Good morning. Real analysis first module ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ രണ്ട് സെക്ഷൻസ് കഴിഞ്ഞിരുന്നു. രണ്ട് സെക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ, കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് ഡിഫൈൻ ചെയ്തു. എപ്സിലോൺ ഡെൽറ്റ ക്രൈറ്റീരിയ യൂസ് ചെയ്തായിരുന്നു ഡെഫിനിഷൻ. അറ്റ് എ പോയിന്റ് എ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഡെഫിനിഷൻ എന്തായിരുന്നു? ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists delta greater than 0 such that modulus of f of x minus f of a is less than epsilon whenever modulus of x minus a is less than delta. C എന്നുള്ള പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞത്. അതിന് പകരം ഞാനിപ്പോ എ എന്ന് പോയിന്റ് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഡിഫറൻസ് ഒന്നുമില്ല, അതിന് റെലവൻസ് ഇല്ല. പോയിന്റിന്റെ പേരിന് പ്രത്യേകിച്ച് റെലവൻസ് ഒന്നുമില്ല. ഒരു സെറ്റില് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആ സെറ്റിലെ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആവണം എന്നാണ് ഡെഫിനിഷൻ. പിന്നെ ഇതിന്റെ കുറച്ച് ഈക്വലന്റ് ഫോർമുലേഷൻസ് നമ്മൾ കണ്ടിരുന്നു. സീക്വൻഷ്യൽ ക്രൈറ്റീരിയ കണ്ടിരുന്നു, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട്. ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാനും നമുക്ക് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ തന്നെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന് എക്സാമ്പിൾസ് കണ്ടു, ഡിസ്കണ്ടിന്യൂറ്റിക്ക് എക്സാമ്പിൾസ് കണ്ടു. ഡിസ്കണ്ടിന്യൂറ്റി തന്നെ നമുക്ക് റിമൂവബിൾ ആയിട്ടുണ്ട്, അല്ലാതെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ കോമ്പിനേഷൻസ്, പ്ലസ് മൈനസ് ഇൻടു division provided denominator is not equal to 0 and the limit is also not equal to 0, അതൊക്കെ കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. കോമ്പിനേഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, എഫും ജിയും കണ്ടിന്യൂസ് ആണ്, എഫ് കോമ്പോസിഷൻ ജി ഡിഫൈൻഡ് ആണ് എങ്കിൽ അത് കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ ഇത്രയുമാണ് ആദ്യത്തെ രണ്ട് സെക്ഷൻസിൽ കണ്ടത്. ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. നമുക്ക് തേർഡ് സെക്ഷനിലേക്ക് കടക്കാം. അടുത്ത സെക്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഓൺ ഇന്റർവെൽസ്. ഇന്റർവെൽ എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഫിഫ്ത് സെമ്മിന്റെ അനാലിസിസിൽ അത് നമ്മൾ റിവൈസ് ചെയ്തിട്ടുമുണ്ട്. ഇന്റർവെല് നമ്മൾ പല ടൈപ്പ് പറയുന്നുണ്ട്. ഓപ്പൺ ഇന്റർവെൽ, ക്ലോസ്ഡ് ഇന്റർവെൽ, ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവെൽ, ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ക്ലോസ്ഡും ആയിട്ടുള്ള ഇന്റർവെൽസ്. പിന്നെ ഇൻഫിനിറ്റ് റേസ് ആയിട്ട് വരുന്ന ഇന്റർവെൽസ്, 0 ഇൻഫിനിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സൈഡ് ബൗണ്ടഡും ഒരു സൈഡ് അൺബൗണ്ടഡും ആണ്, അതും ഇന്റർവെൽ ആണ്. അങ്ങനെയുള്ള എ ബി ഫോമില് ഓപ്പണോ ക്ലോസ്ഡോ ആയിട്ട് വരുന്നതിനെയൊക്കെ നമ്മൾ ഇന്റർവെൽ എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇന്റർവെൽസിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ ബിഹേവിയർ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ കാണുന്നത്. സെറ്റ് പറയുമ്പോൾ നമ്മൾ അവിടെ സെറ്റിന്റെ ബൗണ്ടഡ്നെസ് ഡിഫൈൻ ചെയ്തിരുന്നു അല്ലെ? അതുപോലെ തന്നെ ഫംഗ്ഷന്റെ ബൗണ്ടഡ്നെസ് ആണ് നമ്മൾ അടുത്തത് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് എന്ന് പറയണമെങ്കിൽ ആ ഫംഗ്ഷന്റെ റേഞ്ച് ബൗണ്ടഡ് ആയിരിക്കണം. റേഞ്ച് എന്താണ്? എഫ് എയിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ്, എക്സ് എലമെന്റ് ഓഫ് എ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സിന്റെയും കളക്ഷൻ, അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ആ റേഞ്ച് ഒരു സെറ്റ് ആണ് അല്ലെ? ആ സെറ്റ് ബൗണ്ടഡ് ആണെങ്കിൽ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് എന്ന് പറയും. ആ സെറ്റ് ബൗണ്ടഡ് ആവുക എന്ന് പറഞ്ഞാൽ സെറ്റിലെ എലമെന്റ്സ് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ടൈപ്പിലുള്ള എലമെന്റ്സ് ആണ് അവിടെ ഉള്ളത് അല്ലെ? ഒരു സെറ്റ് ബൗണ്ടഡ് ആവാനുള്ള കണ്ടീഷൻ നമുക്ക് എന്തായിരുന്നു? there exists an m such that mod x less than or equal to m for every x element of a എന്നാണ് നമ്മൾ സെറ്റിന്റെ ബൗണ്ടഡ്നെസ് പറഞ്ഞിരുന്നത്. ഇവിടെ എന്റെ സെറ്റിലെ എലമെന്റ്സ് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഫോമിലുള്ള എലമെന്റ്സ് ആണ്. അപ്പൊ ഫംഗ്ഷൻ ബൗണ്ടഡ് ആവണമെങ്കിൽ there exists m such that mod f of x less than or equal to m for every x element of a. അതായത് റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആവണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഡൊമൈൻ ഒരു ബൗണ്ടഡ് സെറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഞാൻ റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റിയൽ നമ്പേഴ്സ് എന്നുള്ള സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്നു. റിയൽ നമ്പേഴ്സ് ബൗണ്ടഡ് ആണോ? അല്ല. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ബൗണ്ടഡ് അല്ല, പക്ഷെ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്. കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ റേഞ്ച് സെറ്റ് എന്താ വരിക? സിംഗിൾട്ടൺ 1 എന്നുള്ള ഒരു എലമെന്റ് മാത്രമുള്ള ഒരു സെറ്റ് ആണ് റേഞ്ച് ആയിട്ട് വരുന്നത്. അത് ബൗണ്ടഡ് ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഡൊമൈൻ ബൗണ്ടഡ് ആവാതെ തന്നെ ഫംഗ്ഷന് ബൗണ്ടഡ് ആവാൻ പറ്റും. തിരിച്ച് ഡൊമൈൻ ബൗണ്ടഡ് ആയതുകൊണ്ട് ഫംഗ്ഷൻ ബൗണ്ടഡ് ആവണമെന്നില്ല. അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ ഈ സെക്ഷനിൽ മുൻപോട്ട് പോകുമ്പോൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ബൗണ്ടഡ്നെസിന്റെ ഡെഫിനിഷൻ ആണ് ആദ്യം വരുന്നത്. there exists capital M such that mod f of x less than or equal to m for every x element of a. ഫംഗ്ഷൻ ബൗണ്ടഡ് ആവാനുള്ള കണ്ടീഷൻ ആണ്. അപ്പൊ ഫംഗ്ഷൻ ബൗണ്ടഡ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ബൗണ്ടഡ് ആവണമെങ്കിൽ there exists an m
such that mod f of x less than or equal to m for every x element of a. അപ്പൊ ഇങ്ങനെ ഒരു m ഇല്ല എന്ന് പറയുമ്പോഴാണ് ബൗണ്ടഡ്നെസ് നഷ്ടപ്പെടുന്നത് അല്ലെ. ഇങ്ങനെ ഒരു m ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? നിങ്ങൾ ഏത് m തന്നാലും ശരി, ഫംഗ്ഷന്റെ വാല്യൂ ആ എമ്മിനേക്കാൾ മുകളിൽ പോകുന്നുണ്ട്. ഫംഗ്ഷന്റെ മോഡുലസ് വാല്യൂ മോഡ് എഫ് ഓഫ് എക്സ് എമ്മിനേക്കാൾ മുകളിൽ പോകുന്നുണ്ട്. മുകളിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ there exists at least one point, say xm element of a, such that mod f of xm is greater than m. ഫംഗ്ഷന്റെ വാല്യൂ എമ്മിനേക്കാൾ മുകളിൽ പോകുന്നുണ്ട്, മോഡുലസ് വാല്യൂ എമ്മിനേക്കാൾ മുകളിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലെങ്കിലും ഫംഗ്ഷന്റെ വാല്യൂ എമ്മിന് മുകളിൽ പോകുന്നുണ്ട്. ആ ഒരു പോയിന്റിനെ ഞാൻ എക്സ് എം എന്ന് വിളിക്കുന്നു. അപ്പൊ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞാൽ given m, I can always find an xm element of a such that mod f of xm greater than m. ഈ കേസിൽ നമ്മൾ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ് എന്ന് പറയും. ബൗണ്ടഡ് അല്ല, അതായത് അൺബൗണ്ടഡ് ആണ് എന്ന് പറയും. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, ഡൊമൈൻ ബൗണ്ടഡ് ആയതുകൊണ്ട് ഫംഗ്ഷൻ ബൗണ്ടഡ് ആവണമെന്നില്ല എന്ന് പറഞ്ഞു. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ഇവിടെ സീറോ ഇൻഫിനിറ്റി എന്നാണ് ഇന്റർവെൽ എടുത്തിരിക്കുന്നത്. സീറോ ഇൻഫിനിറ്റിക്ക് പകരം എനിക്ക് വേണമെങ്കിൽ 0 1 എന്നുള്ള ഇന്റർവെൽ എടുക്കാം. ഓപ്പൺ ഇന്റർവെൽ 0 1, അത് ബൗണ്ടഡ് ആണ് അല്ലെ. അങ്ങനെ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഇന്റർവെല്ലിൽ പോലും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ അത് അൺബൗണ്ടഡ് ആണ്. കാരണം as x tends to infinity, as x tends to 0, 1/x tends to infinity എന്ന് നമുക്കറിയാം. ലിമിറ്റ് കണ്ടുപിടിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ നമ്മൾ അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ കൺസെപ്റ്റ് വെച്ചിട്ട് ഓപ്പൺ ഇന്റർവെൽ 0 1 എന്നുള്ള ഇന്റർവെൽ ആണ് ഞാനിപ്പോ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ തന്നെ സീറോയിന് അടുത്തേക്ക് എക്സിന്റെ വാല്യൂ വരും തോറും 1/xന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര വലിയ m തന്നാലും അതിനേക്കാൾ വലുതാകും 1/xന്റെ വാല്യൂ. ഇവിടെ അങ്ങനെ ജസ്റ്റ് വേഗമായിട്ട് പറയുന്നതിന് പകരം നമുക്ക് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു m തന്നു എന്ന് വിചാരിക്കുക. m+1 എന്ന് പറയുന്നതും ഒരു നമ്പർ ആണല്ലോ, ഒരു റിയൽ നമ്പർ ആണ്, പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. 1/m+1 എടുത്താൽ അതും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. 1/m+1 എന്ന് പറയുന്നത് 1നേക്കാൾ വലുതാണ് m+1 എന്നുള്ളതുകൊണ്ട് 1/m+1 എന്നുള്ളത് ഓപ്പൺ ഇന്റർവെൽ 0 1 എന്നുള്ള ഇന്റർവെല്ലിലെ ഒരു പോയിന്റ് ആയിരിക്കും. സോ ഗിവൺ m ഞാൻ xm ഈക്വൽ ടു 1/m+1 എന്ന് ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എം എന്താ വരിക? എഫ് ഓഫ് എക്സ് എം ഈക്വൽ ടു 1/m+1 വരും അല്ലെ. 1/x എന്നാണ് ഡെഫിനിഷൻ. എക്സിന്റെ വാല്യൂ എനിക്ക് ഇവിടെ 1/m+1 ആണ്. സോ 1/1/m+1 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു m+1 വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ m. അപ്പൊ നിങ്ങൾ എനിക്ക് എത്ര വലിയ m തന്നാലും there exists 1/m+1 in open interval 0 1 such that f of xm is greater than m. അപ്പൊ ഓപ്പൺ ഇന്റർവെൽ 0 1 എടുത്താൽ തന്നെ ഈ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ്. ഇവിടെ ടെക്സ്റ്റിൽ 0 ഇൻഫിനിറ്റി എന്നുള്ള ഇന്റർവെൽ ആണ് കൊടുത്തിരിക്കുന്നത്, അവിടെയും അൺബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ആയാലും ഇത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓപ്പൺ ഇന്റർവെൽ 0 1 എന്നുള്ള ചെറിയ ഇന്റർവെൽ എടുത്തത്. ആ ഇന്റർവെല്ലിൽ പോലും ഈ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ്. ഓക്കെ, അടുത്ത തിയറം, ബൗണ്ടഡ്നെസ് തിയറം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാവുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ലെറ്റ് I ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവെൽ AB be a closed bounded interval and let f from I to R be continuous on I. Then f is bounded on I. നമ്മൾ ഇപ്പോ കണ്ട എക്സാമ്പിളിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഓപ്പൺ ഇന്റർവെൽ 0 1 എന്നുള്ള ബൗണ്ടഡ് ആയ ഇന്റർവെൽ എടുത്താൽ പോലും ഫംഗ്ഷന്റെ വാല്യൂ അൺബൗണ്ടഡ് ആയി നിൽക്കാം, ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആകാം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതും ഈ സ്റ്റേറ്റ്മെന്റും തമ്മിൽ എന്തെങ്കിലും ഒരു മിസ്മാച്ച് ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മൾ ബൗണ്ടഡ് ആണെന്ന് ആയാലും ഡൊമൈൻ ബൗണ്ടഡ് ആയാലും ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആവുന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ കണ്ടത്. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണെങ്കിൽ ഫംഗ്ഷൻ ബൗണ്ടഡ് ആകും എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ എടുത്ത എക്സാമ്പിളിൽ ഓപ്പൺ ഇന്റർവെൽ 0 1 ആണ് എടുത്തത് അല്ലെ, ക്ലോസ്ഡ് ഇന്റർവെൽ അല്ല, ഓപ്പൺ ഇന്റർവെൽ 0 1 ആണ് എടുത്തത്. അപ്പൊ അത് ഈ സ്റ്റേറ്റ്മെന്റിനെ കോൺട്രഡിക്ട് ചെയ്യുന്നില്ല. കാരണം ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പ്രത്യേകം എന്ത് പറയുന്നുണ്ട്? ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബൗണ്ടഡ് ആയാൽ മാത്രം പോരാ,
ഇന്റർവെല് ക്ലോസ്ഡും ആയിരിക്കണം. ഫംഗ്ഷൻ കണ്ടിന്യൂസും ആയിരിക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്നുള്ള ഫംഗ്ഷൻ ഓപ്പൺ ഇന്റർവെൽ 0-1 കണ്ടിന്യൂസ് ആണ്. ഓക്കെ, പക്ഷെ ക്ലോസ്ഡ് ഇന്റർവെൽ 0-1 എടുത്താൽ 0 എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്നുള്ള ഫംഗ്ഷൻ ഇൻഫാക്ട് എക്സ് ഈക്വൽ ടു 0-ൽ അത് ഡിഫൈൻഡേ അല്ല. അവിടെ ഞാൻ ഇനി ഒരു വാല്യൂ കൊടുത്താൽ പോലും ആ പോയിന്റിൽ ഫംഗ്ഷന് ഡിസ്കണ്ടിന്യൂറ്റി വരും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട എക്സാമ്പിൾ ഒരു രീതിയിലും കോൺട്രഡിക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവണമെന്നില്ല അല്ലെ. ഒരു കൗണ്ടർ എക്സാമ്പിൾ അത് ഇതിന്റെ കൗണ്ടർ എക്സാമ്പിൾ അല്ല എന്നുള്ളത് കൊണ്ട് മാത്രം സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവണമെന്നില്ല. അതിന് നമുക്ക് ലോജിക്കൽ ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്തിട്ടുള്ള പ്രൂഫ് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ അറിയാം? ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ് എന്നറിയാം. എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്നും അറിയാം. പ്രൂവ് ചെയ്യേണ്ടത് എഫ് ബൗണ്ടഡ് ആണ് എന്നാണ്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണ്. അതായത് എഫ് ബൗണ്ടഡ് ആണെന്നാണ് എനിക്ക് കാണിക്കേണ്ടത് അല്ലെ. അപ്പൊ ബൗണ്ടഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എഫ് പറ്റുമെങ്കിൽ എഫ് ബൗണ്ടഡ് അല്ല എന്ന് അസ്യൂം ചെയ്യുന്നു. അല്ല എന്ന് അസ്യൂം ചെയ്ത് പ്രൊസീഡ് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടും. ഈ കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്റെ തെറ്റായ അസംഷൻ ആണ്. അപ്പൊ എഫ് ബൗണ്ടഡ് അല്ല എന്നുള്ള അസംഷൻ ശരിയല്ല, വിച്ച് മീൻസ് എഫ് ബൗണ്ടഡ് ആണ്. അങ്ങനെയാണ് ഇതിന്റെ പ്രൂഫ് പോകുന്നത്, പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മുടെ അസംഷൻ എന്താണ്? എഫ് ഇസ് നോട്ട് ബൗണ്ടഡ് ഓൺ ഐ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എഫ് ബൗണ്ടഡ് അല്ല എങ്കിൽ അൺബൗണ്ടഡ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താണ്? ഗിവൺ എനി എം I can always find an xm such that f of xm is greater than m. Modulus of f of xm is greater than m. ഇതാണ് അൺബൗണ്ടഡ് ഫംഗ്ഷന്റെ കണ്ടീഷൻ. ഇത് ഏത് റിയൽ നമ്പർ, പോസിറ്റീവ് റിയൽ നമ്പർ എമ്മിനും അത് ട്രൂ ആണ് അല്ലെ. അപ്പൊ ഇൻ പർട്ടിക്കുലർ ഞാൻ നാച്ചുറൽ നമ്പേഴ്സ് എടുത്താൽ അതിനും ട്രൂ ആണല്ലോ. സോ ഗിവൺ എനി n, സ്മോൾ n എലമെന്റ് ഓഫ് n, ഒരു നാച്ചുറൽ നമ്പർ n എടുത്താൽ there exists xn element of I such that modulus of f of xn is greater than n. ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ് എന്ന് വിചാരിച്ചതുകൊണ്ട് ഏത് നാച്ചുറൽ നമ്പർ n തന്നാലും അതിനേക്കാൾ മുകളിൽ ഫംഗ്ഷന്റെ വാല്യൂ പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഈ xn എവിടെ നിന്നാണ്? I എന്നുള്ള ഇന്റർവെല്ലിൽ നിന്നാണ് എനിക്ക് xn എന്നുള്ള പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത് അല്ലെ. I ബൗണ്ടഡ് ആണ്, I ബൗണ്ടഡ് ആണ്. അപ്പൊ x ഈക്വൽ ടു xn എന്നുള്ള സീക്വൻസ് ബൗണ്ടഡ് ആണ്. ഒരു ബൗണ്ടഡ് സീക്വൻസ് തന്നാൽ ബോൾസാനോ-വിയർസ്ട്രാസ് തിയറം അനുസരിച്ച് അതിന് എപ്പോഴും ഒരു കൺവേർജന്റ് സബ് സീക്വൻസ് ഉണ്ട്. ഫിഫ്ത് സെം മാത്തമാറ്റിക്കൽ അനാലിസിസ് ബോൾസാനോ-വിയർസ്ട്രാസ് തിയറം, അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ബോൾസാനോ-വിയർസ്ട്രാസ് തിയറം അനുസരിച്ച് ഏത് ബൗണ്ടഡ് സീക്വൻസ് തന്നാലും there exists a convergent subsequence. അപ്പൊ ഇതിനൊരു കൺവേർജന്റ് സബ് സീക്വൻസ് ഉണ്ട്. ആ കൺവേർജന്റ് സബ് സീക്വൻസ് ആണ് എക്സ് ഡാഷ് ഈക്വൽ ടു സീക്വൻസ് XNR എന്ന് അസ്യൂം ചെയ്യുന്നു. XN എന്നുള്ള സീക്വൻസിന്റെ ഒരു സബ് സീക്വൻസ് ആണ് XNR. ആ സബ് സീക്വൻസിനെ ഞാൻ എക്സ് ഡാഷ് എന്ന് പേര് വിളിക്കുന്നു. ഈ സബ് സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്? അത് കൺവേർജന്റ് ആണ്. ഓക്കെ, എവറി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ കൺവേർജന്റ് സബ് സീക്വൻസ് എന്നുള്ള ബോൾസാനോ-വിയർസ്ട്രാസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കൺവേർജന്റ് ആണ് അല്ലെ. കൺവേർജ് ചെയ്യുന്നത് എക്സ് എന്നുള്ള പോയിന്റ് ഒരു നമ്പറിലേക്കാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എക്സ് ഡാഷ് കൺവേർജന്റ് ആണ്, അത് കൺവേർജ് ചെയ്യുന്നത് എക്സ് എന്നുള്ള പോയിന്റിലേക്കാണ്. ഐ ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്, ക്ലോസ്ഡ് ബൗണ്ടഡ് എന്നാണ് സ്റ്റേറ്റ്മെന്റിലെ അസംഷൻ അല്ലെ. അപ്പൊ ഐ ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ള സീക്വൻസിന്റെ സബ് സീക്വൻസ് അല്ലേ. ഈ എക്സ് എന്നുള്ള സീക്വൻസ് എവിടെ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്? ഐ എന്നുള്ള ഇന്റർവെല്ലിൽ നിന്നാണ്. അപ്പൊ എക്സ് ഡാഷ് എന്നുള്ള സബ് സീക്വൻസും ഐ എന്ന ഇന്റർവെല്ലിലാണുള്ളത്. ഐ ക്ലോസ്ഡ് ആണ്. ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലിനകത്ത് ഏത് കൺവേർജന്റ് സീക്വൻസ് എടുത്താലും അത് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ഇന്റർവെല്ലിൽ തന്നെ ഉണ്ടാവും അല്ലെ. എല്ലാ ലിമിറ്റ് പോയിന്റുകളും സെറ്റിൽ തന്നെ ഉണ്ടാവും, ആ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ തന്നെ ഉണ്ടാവണം എന്നുള്ള പ്രോപ്പർട്ടി അനുസരിച്ച് എക്സ് ഡാഷിന്റെ ലിമിറ്റ് ഐ എന്നുള്ള ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ തന്നെ ഉണ്ടാവണം. സോ എക്സ് ഇസ് ആൻ എലമെന്റ് ഓഫ് ഐ. ഓക്കെ, എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എവിടെ? ത്രൂ ഔട്ട് ദ ഇന്റർവെൽ ഐ എഫ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ അറ്റ് ദ പോയിന്റ് എക്സും എഫ് കണ്ടിന്യൂസ് ആണ്. ഐ എന്നുള്ള ഇന്റർവെല്ലിൽ എഫ് കണ്ടിന്യൂസ് ആണ്. ഐ എന്നുള്ള ഇന്റർവെല്ലിലെ ഒരു പോയിന്റ് ആണ് സ്മോൾ എക്സ്.
അപ്പൊ എക്സ് എന്നുള്ള പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആണ്. എക്സ് എന്നുള്ള പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട സീക്വൻഷ്യൽ ക്രൈറ്റീരിയ അനുസരിച്ച് സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ ആർ എങ്ങോട്ട് കൺവേർജ് ചെയ്യണം? എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യണം. ഓക്കെ, sequential criteria പറയുന്നത് എന്താണ്? If f is continuous at a point x and xn converges to x, then f of xn converges to f of x. ഇതാണ് sequential criteria പറയുന്നത്. ഇവിടെ നമ്മുടെ സീക്വൻസ് XNR ആണ്. XNR എന്നുള്ള സീക്വൻസ് x എന്നുള്ള പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു. f കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് x ആണ്. സോ സീക്വൻസ് f of XNR must converge to f of x. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എക്സ് എൻ ആർ എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. എല്ലാ കൺവേർജന്റ് സീക്വൻസുകളും ബൗണ്ടഡ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ. എവറി കൺവേർജന്റ് സീക്വൻസ് ഇസ് ബൗണ്ടഡ്. അപ്പോ സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ ആർ ബൗണ്ടഡ് ആണ്. പക്ഷേ ഞാൻ എഫ് ഓഫ് എക്സ് എൻ എന്നുള്ള സീക്വൻസിന്റെ സബ് സീക്വൻസ് ആണിത്. എഫ് ഓഫ് എക്സ് എന്നുള്ള സീക്വൻസ് എങ്ങനെയാ ചൂസ് ചെയ്തത്? മോഡ് എഫ് ഓഫ് എക്സ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ എൻ ഫോർ എവറി എൻ എന്നുള്ള രീതിയിലാണ് ഞാൻ എഫ് ഓഫ് എക്സ് എൻ ചൂസ് ചെയ്തത് അല്ലെ. അപ്പൊ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ എൻ ആർ ആയിരിക്കും. 1 2 3 എക്സെട്ര എന്നുള്ള സീക്വൻസിന്റെ സബ് സീക്വൻസ് ആയിട്ടാണ് എൻ ആർ എന്നുള്ള സീക്വൻസ് വന്നിരിക്കുന്നത്. അപ്പൊ എൻ ആർ എന്നുള്ള സീക്വൻസിന്റെ ആർത്ത് ടേം എന്ന് പറയുന്നത് എപ്പോഴും ആറിനേക്കാൾ വലുതായിരിക്കും. 1 2 3 എക്സെട്ര എന്ന് പറഞ്ഞ ആർത്ത് ടേം എടുത്താൽ തന്നെ 6 നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ സബ് സീക്വൻസ് എടുക്കുമ്പോൾ 6ഉം കടന്ന് മുൻപോട്ടല്ലേ പോകുള്ളൂ ആർ ടേംസ് എടുക്കുമ്പോഴത്തേക്കും. So NR is always greater than or equal to R, and this is true for every R element of N. Okay. അതിനർത്ഥം എന്താണ്? എഫ് ഓഫ് എക്സ് എൻ ആർ അൺബൗണ്ടഡ് ആണ് എന്നാണ്. നമുക്ക് എഫ് ഓഫ് എക്സ് എൻ ആർ ബൗണ്ടഡ് ആയിരിക്കണം എന്നാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എഫ് ഓഫ് എക്സ് എൻ ആർ അൺബൗണ്ടഡ് ആണ്. ഈ കോൺട്രഡിക്ഷൻ വരാൻ എന്താ കാരണം? സീക്വൻസ് എഫ് എന്നുള്ള ഫംഗ്ഷൻ ബൗണ്ടഡ് അല്ല എന്നുള്ള നമ്മുടെ തെറ്റായ അസംപ്ഷൻ ആണ്. Therefore, the function f is bounded on I. Okay. അപ്പൊ ബൗണ്ടഡ്നെസ് തിയറം പറയുന്നത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്താൽ ആ ഫംഗ്ഷനും ബൗണ്ടഡ് ആയിരിക്കും എന്നാണ്. പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണ്. അൺബൗണ്ടഡ് ആണ് എന്ന് വിചാരിക്കുന്നു. അൺബൗണ്ടഡ് ആണെങ്കിൽ ഏത് നാച്ചുറൽ നമ്പർ n തന്നാലും there exists xn such that modulus of f of xn is greater than n. അൺബൗണ്ടഡ്നെസിന്റെ കണ്ടീഷൻ. xn എന്നുള്ള സീക്വൻസ് I എന്നുള്ള ബൗണ്ടഡ് ഇന്റർവെല്ലിലാണുള്ളത്. അതുകൊണ്ട് അതൊരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. ബോൾസാനോ-വിയസ്റ്റാസ് തിയറം അനുസരിച്ച് എവറി ബൗണ്ടഡ് സീക്വൻസ് ആസ് എ കൺവേർജന്റ് സബ് സീക്വൻസ് അത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കൺവേർജന്റ് ആയ ഒരു സബ് സീക്വൻസ് XNR കിട്ടി. അപ്പൊ എക്സ് എൻ ആർ കൺവേർജന്റ് ആയ ഒരു സീക്വൻസ് ആണ്. എഫ് കണ്ടിന്യൂസ് ആണ്. കൺവേർജന്റ് ആയ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് എക്സ് എന്നുള്ള പോയിന്റിലേക്കാണെന്ന് നമുക്ക് വിചാരിക്കാം. ആ പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആണ്. ഈ പോയിന്റ് ഐക്കകത്ത് തന്നെ ഉണ്ട്, കാരണം ഐ ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. ഓക്കെ, അപ്പൊ എക്സ് എന്നുള്ള പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ അനുസരിച്ച് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോ എഫ് ഓഫ് എക്സ് എൻ ആർ എന്നുള്ള സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്നുള്ള പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യണം. എല്ലാ കൺവേർജന്റ് സീക്വൻസുകളും ബൗണ്ടഡ് ആണ് എന്നുള്ളത് കൊണ്ട് എഫ് ഓഫ് എക്സ് എൻ ആർ ബൗണ്ടഡ് ആണ്. പക്ഷേ എക്സ് എന്നുകളുടെ ചോയ്സ് അനുസരിച്ച് എഫ് ഓഫ് എക്സ് എൻ ആർ ബൗണ്ടഡ് അല്ല. അപ്പൊ ബൗണ്ടഡ് ആണ്, ബൗണ്ടഡ് അല്ല എന്ന് രണ്ട് കോൺട്രഡിക്റ്റിംഗ് ആയ ഫാക്ടുകൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ കോൺട്രഡിക്ഷൻ വരാൻ കാരണം എഫ് ബൗണ്ടഡ് അല്ല എന്ന് അസ്യൂം ചെയ്തതാണ്. അതുകൊണ്ട് എഫ് ബൗണ്ടഡ് ആണ്. ഓക്കെ, അതാണ് ബൗണ്ടഡ്നെസ് തിയറത്തിന്റെ പ്രൂഫ്. ഇനി ഈ ബൗണ്ടഡ്നെസ് തിയറത്തിന്റെ ഓരോ കണ്ടീഷനും ഇമ്പോർട്ടന്റ് ആണ്. ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ എന്നാണ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നഷ്ടപ്പെട്ടാൽ എഫ് ബൗണ്ടഡ് എന്നുള്ള പ്രോപ്പർട്ടിയും നഷ്ടപ്പെടും. അതിന് ക്ലോസ്ഡ് എന്നുള്ളത് പോയാൽ പ്രശ്നമാണ് എന്നുള്ളതിന് നമുക്ക് ഏത് എക്സാമ്പിൾ ഉണ്ട്? ഓപ്പൺ ഇന്റർവെൽ 0 1 1/x എന്നുള്ള ഫംഗ്ഷൻ എടുത്താൽ 1/x ഓപ്പൺ ഇന്റർവെൽ 0 1 കണ്ടിന്യൂസ് ആണ്. ബൗണ്ടഡ് ഇന്റർവെൽ ആണ്. ഓപ്പൺ 0 1 എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്, പക്ഷെ ക്ലോസ്ഡ് അല്ല. ഓക്കെ, ആ കേസിൽ എഫ് അൺബൗണ്ടഡ് ആണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഏത് എം തന്നാലും അതിനേക്കാൾ വലുതായിട്ട് 1/xന്റെ വാല്യൂ പോകുന്നുണ്ട്. അപ്പൊ ക്ലോസ്ഡ് എന്നുള്ള കണ്ടീഷൻ മാറ്റിയാൽ തിയറം തെറ്റും. അത് മാൻഡേറ്ററി കണ്ടീഷൻ ആണ്. പിന്നെ ബൗണ്ടഡ് എന്നുള്ള കണ്ടീഷൻ അതും മാൻഡേറ്ററി ആണ്. സേ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഐഡന്റിറ്റി മാപ്പിംഗ് കൺസിഡർ ചെയ്യുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്
ഞാനിത് ആർ റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഐഡന്റിറ്റി മാപ്പിംഗ് കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ ആ ഫംഗ്ഷൻ ബൗണ്ടഡ് അല്ല. എന്താ കാരണം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് തന്നെയാണ് വരുന്നത് അല്ലെ. റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് അൺബൗണ്ടഡ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ എഫ് ഇസ് ബൗണ്ടഡ് എന്നുള്ള കണ്ടീഷൻ ശരിയാവാത്തതിന് കാരണം എന്താണ്? സ്റ്റേറ്റ്മെന്റിൽ ബൗണ്ടഡ് ഇന്റർവെൽ എന്നുണ്ട്. ആർ എന്ന് പറഞ്ഞാൽ അത് ബൗണ്ടഡ് അല്ല, ക്ലോസ്ഡ് ആണ് പക്ഷെ ബൗണ്ടഡ് അല്ല. അപ്പൊ ബൗണ്ടഡ് എന്നുള്ള കണ്ടീഷൻ മാറ്റിയാലും തിയറം തെറ്റും. ഇനി കണ്ടിന്യൂസ് എന്നുള്ള കണ്ടീഷൻ മാറ്റിയാലോ? അപ്പോഴും പ്രശ്നമാണ്. ഞാൻ ക്ലോസ്ഡ് ഇന്റർവെൽ 0-1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്ന് തന്നെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. അപ്പൊ എക്സ് ഈക്വൽ ടു 0 അത് വെൽ ഡിഫൈൻഡ് അല്ല എന്ന് വരും. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ഫോർ എവറി എക്സ് എലമെന്റ് ഓഫ് ഓപ്പൺ 0 ക്ലോസ്ഡ് 1 ആൻഡ് എഫ് ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ 0-1 ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആയേ 0 എന്നുള്ള പോയിന്റിലാണ് 1/xന് വാല്യൂ ഇല്ലാത്തത്. അവിടെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയി, ബൗണ്ടഡ് ഇന്റർവെൽ ആണ്, ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ഇന്റർവെൽ 0-1 എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണ്. അപ്പൊ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ എഫ് 0 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് അല്ലാതെ വരുമ്പോൾ എഫ് ബൗണ്ടഡ് അല്ല എന്നുള്ള റിസൾട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പൊ ഈ ബൗണ്ടഡ്നെസ് തിയറത്തിൽ പറയുന്ന ഈ ഓരോ കണ്ടീഷൻസും ക്ലോസ്ഡ്, ബൗണ്ടഡ്, കണ്ടിന്യൂസ്, ഇത് മൂന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലാത്ത കണ്ടീഷൻസ് ആണ്. അടുത്ത സബ്സെക്ഷൻ വരുന്നത് മാക്സിമം മിനിമം തിയറം. അതിന് നമുക്ക് ആദ്യം അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും എന്താണെന്ന് അറിയണം. എഫ് എയിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എഫിന് എക്സ് സ്റ്റാർ എന്നുള്ള പോയിന്റിൽ ഒരു അബ്സല്യൂട്ട് മാക്സിമം ഉണ്ട് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സ് സ്റ്റാർ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ എവറി എക്സ് എലമെന്റ് ഓഫ് എ. ഓക്കെ, ഫംഗ്ഷൻ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിന്റ്, അതിനെയാണ് അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത്. ഫംഗ്ഷൻ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് സ്റ്റാർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ എവറി എക്സ് എലമെന്റ് ഓഫ് എ. Okay, in that case we say that x star is an absolute maximum. So ഇതുപോലെ തന്നെ absolute minimum എന്ത് വരും? ഫംഗ്ഷന്റെ വാല്യൂ ഏറ്റവും മിനിമം ആയിട്ട് വരുന്ന പോയിന്റ് ഏതാണോ അതാണ് absolute minimum. അതിനെ നമ്മൾ എഫ് ഓഫ് എക്സ് സഫിക്സ് ആയിട്ട് സ്റ്റാർ, ഇവിടെ സൂപ്പർസ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരിക. എഫ് ഓഫ് എക്സ് സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ എവറി എക്സ് എലമെന്റ് ഓഫ് എ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എക്സ് സ്റ്റാർ ഒരു അബ്സല്യൂട്ട് മിനിമം ആണ് എന്ന് നമ്മൾ പറയും. ഒരു ഫംഗ്ഷന് അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും ഉണ്ടാകണം എന്ന് ഒരു നിർബന്ധവുമില്ല. സേ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്നുള്ള ഫംഗ്ഷൻ ഓപ്പൺ ഇന്റർവെൽ 0-1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് അബ്സല്യൂട്ട് മാക്സിമമോ അബ്സല്യൂട്ട് മിനിമമോ ഇല്ല. ഓക്കെ, അപ്പൊ അത് എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. ഇറ്റ് ഹാസ് നൈദർ അബ്സല്യൂട്ട് മാക്സിമം നോർ അബ്സല്യൂട്ട് മിനിമം. ഓപ്പൺ ഇന്റർവെൽ 0-∞ ആണ് ഇവർ എടുത്തിരിക്കുന്നത്. ഈവൻ 0-1 എന്നുള്ളതിലേക്ക് റെസ്ട്രിക്ട് ചെയ്താൽ പോലും അബ്സല്യൂട്ട് മാക്സിമമോ അബ്സല്യൂട്ട് മിനിമമോ ഇല്ല. അതേസമയം നമ്മൾ ഓപ്പൺ 0 ക്ലോസ്ഡ് 1 എന്നെടുക്കുകയാണെങ്കിൽ 1 എന്നുള്ള പോയിന്റിലാണ് ഫംഗ്ഷന് അബ്സല്യൂട്ട് മാക്സിമം വരുന്നത്. അപ്പൊ അവിടെ അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടാവും, പക്ഷെ ആ കേസിലും ഫംഗ്ഷന് അബ്സല്യൂട്ട് മിനിമം ഇല്ല. ഓക്കെ, സോറി, തിരിച്ച് അബ്സല്യൂട്ട് മിനിമം ഉണ്ടാവും. എക്സ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/xന് മിനിമം ഉണ്ടാവും, മാക്സിമം ഉണ്ടാവില്ല. എക്സ് ചെറുതാവുന്നതിനനുസരിച്ച് 1/x വലുതായിക്കൊണ്ടിരിക്കും അല്ലെ. എത്രത്തോളം വലുതാവുന്നു നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. സോ എക്സ് ഈക്വൽ ടു 1 അബ്സല്യൂട്ട് മിനിമം ഉണ്ട്, പക്ഷെ ആ ഓപ്പൺ ഇന്റർവെൽ 0-1 ഫംഗ്ഷന് അബ്സല്യൂട്ട് മാക്സിമം ഇല്ല. ഇനി അബ്സല്യൂട്ട് മിനിമമോ മാക്സിമമോ ഉണ്ടായത് കൊണ്ട് അത് യുണീക്ക് ആവണം എന്നൊരു നിർബന്ധവുമില്ല. അതിനുള്ള എക്സാമ്പിൾ ആണ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ. ഞാനിത് എ ഈക്വൽ ടു -1 എന്നുള്ള ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യുന്നു. ഈ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം വാല്യൂ എത്രയായിരിക്കും? ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം വാല്യൂ 1 ആണ് അല്ലെ. ഈ ഇന്റർവെല്ലിനകത്ത് -1നും 1നും ഇടയ്ക്കുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്താൽ ആ സ്ക്വയർ 0ക്കും 1നും ഇടയ്ക്കായിരിക്കും ഉണ്ടാവുക. സോ അബ്സല്യൂട്ട് മിനിമം അറ്റൈൻ ചെയ്യുന്നത് 0 എന്ന ഫംഗ്ഷന് വാല്യൂ വരുമ്പോഴാണ്. അബ്സല്യൂട്ട് മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് 1 എന്ന ഫംഗ്ഷന് വാല്യൂ വരുമ്പോഴാണ്.
സീറോ എന്നുള്ള വാല്യൂ അറ്റൈൻ ചെയ്യുന്ന എക്സ് ഈക്വൽ ടു സീറോയിൽ മാത്രം. അപ്പൊ അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത് സീറോ എന്നുള്ള യുണീക്ക് പോയിന്റ് ആണ്. പക്ഷെ മാക്സിമമോ ജി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ അറ്റൈൻ ചെയ്യുക, അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 ആവുന്നത് എക്സ് ഈക്വൽ ടു -1ലും ട്രൂ ആണ്, എക്സ് ഈക്വൽ ടു 1ലും ട്രൂ ആണ് അല്ലെ. സോ ദ ഫംഗ്ഷൻ ഹാസ് അബ്സല്യൂട്ട് മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു +or-1. രണ്ട് പോസിബിൾ വാല്യൂസ് വരുന്നുണ്ട്. സോ അബ്സല്യൂട്ട് മാക്സിമം ഇതേപോലെ തന്നെ നമുക്ക് മിനിമം യൂണീക്ക് അല്ല എന്നുള്ളതിന് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അബ്സല്യൂട്ട് മാക്സിമമോ മിനിമമോ യൂണീക്ക് ആവണമെന്നില്ല. ഇനി ഒരു വേഴ്സ്റ്റ് കേസ് ആയിട്ട് ഇതിലെ എക്സാമ്പിൾ പറയാവുന്നതാണ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഈ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം വാല്യൂ എത്രയാ? 1 ആണ്. മിനിമം വാല്യൂ എത്രയാ? അതും 1 ആണ്. എല്ലായിടത്തും ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ് അല്ലെ. അപ്പൊ മാക്സിമവും മിനിമവും 1 ആണ്. ഈ മാക്സിമവും മിനിമവും അറ്റൈൻ ചെയ്യുന്നത് ഏത് പോയിന്റിലാണ്? ആ പോയിന്റ്സിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമം എന്ന് വിളിക്കുന്നത് അല്ലെ. അത് അറ്റൈൻ ചെയ്യുന്നത് ഏത് പോയിന്റിലാണ്? ഇവിടെ എന്റെ ഡെഫിനിഷൻ എന്താ? എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്നാണ് ഡെഫിനിഷൻ. അപ്പൊ ഏത് എക്സ് എടുത്താലും ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. സോ എവ്രി എക്സ് ഈസ് ആൻ അബ്സല്യൂട്ട് മാക്സിമം. സിമിലർലി എവ്രി എക്സ് ഇസ് ആൻ അബ്സല്യൂട്ട് മിനിമം. അപ്പൊ എല്ലാ പോയിന്റുകളും അബ്സല്യൂട്ട് മാക്സിമവുമാണ് അബ്സല്യൂട്ട് മിനിമവുമാണ്. ദിസ് ഇസ് ദ വേഴ്സ്റ്റ് കേസ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഈ അബ്സല്യൂട്ട് മാക്സിമവും മിനിമവും എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. എക്സിസ്റ്റ് ചെയ്താൽ തന്നെ യുണീക്ക് ആവണമെന്നില്ല. മേ ബി ദേ ആർ ഈക്വൽ ഓൾസോ. ആ ഈക്വൽ ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എക്സാമ്പിൾസിലാണ് മാക്സിമവും മിനിമവും ഈക്വൽ ആവുന്നത്. അതായത് ഫംഗ്ഷന് ഒരൊറ്റ വാല്യൂവേ ഉള്ളൂ. ഒറ്റ വാല്യൂ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ വാല്യൂവിലാണ് മാക്സിമവും മിനിമവും. ഒറ്റ വാല്യൂ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഏത് എക്സ് എടുത്താലും മാക്സിമവും അറ്റൈൻ ചെയ്യുന്നത് ആ പോയിന്റിലാണ്, മിനിമവും അറ്റൈൻ ചെയ്യുന്നത് ആ പോയിന്റിലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവര് കോയിൻസൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഇതൊക്കെ പോസിബിൾ ആണ്. അടുത്ത തിയറം പറയുന്നത് മാക്സിമം മിനിമം തിയറം. ഇതും സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാവുന്നതാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ പഠിക്കേണ്ടതാണ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. ലെറ്റ് ഐ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ. എല്ലാ പോയിന്റ്സും ശ്രദ്ധിക്കണം കേട്ടോ. ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ഐ. Then f has an absolute maximum and an absolute minimum on I. ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന് അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് ഞാൻ ഇതിന്റെ റേഞ്ച് സെറ്റ് എടുക്കുന്നു. എഫ് ഓഫ് ഐ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ഐ. റേഞ്ച് സെറ്റ് എടുക്കുന്നു. തൊട്ട് മുമ്പ് ബൗണ്ടഡ്നെസ് തിയറത്തിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ ആ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് എന്ന് നമ്മൾ ബൗണ്ടഡ്നെസ് തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആണ്. സോ എഫ് ഓഫ് ഐ ഇസ് എ ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് ആർ. ബൗണ്ടഡ് സെറ്റ് ആണ് എങ്കിൽ അതിന് എന്തുണ്ട്? സുപ്രീമവും ഇൻഫിമവും ഉണ്ട് അല്ലെ. സുപ്രീമം പ്രോപ്പർട്ടി അനുസരിച്ച് സുപ്രീമവും ഇൻഫിമവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എഫ് ഓഫ് ഐയുടെ സുപ്രീമത്തിനെ ഞാൻ എസ് സൂപ്പർസ്ക്രിപ്റ്റ് സ്റ്റാർ എന്നും സുപ്രീമത്തിനെ എഫ് സൂപ്പർസ്ക്രിപ്റ്റ് സ്റ്റാർ എന്നും ഇൻഫിമത്തിനെ എസ് സഫിക്സ് ആയിട്ട് സ്റ്റാർ എന്നും വിളിക്കുന്നു. സോ എസ് സ്റ്റാർ ഈക്വൽ ടു സുപ്രീമം എഫ് ഓഫ് ഐ ആൻഡ് എസ് സ്റ്റാർ താഴെ സ്റ്റാർ ഈക്വൽ ടു ഇൻഫിമം എഫ് ഓഫ് ഐ. എന്റെ ക്ലെയിം ഈ എസ് സ്റ്റാറും എസ് സ്റ്റാറും അറ്റൈൻ ചെയ്യുന്ന പോയിന്റുകൾ എക്സ് സ്റ്റാറും ഐയിലുണ്ട് എന്നാണ് എന്റെ ക്ലെയിം. ഇതിൽ ഒരെണ്ണം പ്രൂവ് ചെയ്താൽ മറ്റേത് ഫോളോസ് സിമിലർലി ആണ്. അതായത് എക്സ് സ്റ്റാർ എക്സിസ്റ്റ് ചെയ്യുന്നു സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് സ്റ്റാർ ഈക്വൽ ടു എസ് സ്റ്റാർ എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് മറ്റേ പാർട്ടും പ്രൂവ് ചെയ്യാവുന്നതാണ്. എസ് സ്റ്റാർ എന്ന് പറയുന്നത് ഈ സെറ്റിന്റെ സുപ്രീമമാണ് അല്ലെ. എഫ് ഓഫ് ഐ എന്നുള്ള സെറ്റിന്റെ സുപ്രീമമാണ് എസ് സ്റ്റാർ. സുപ്രീമം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പർ ബൗണ്ടുകളിലേക്ക് ഏറ്റവും ചെറുത്. അപ്പൊ ഞാൻ എസ് സ്റ്റാറിൽ നിന്ന് ഒരു 1/n സബ്ട്രാക്ട് ചെയ്താൽ അത് എസ് സ്റ്റാറിനേക്കാൾ ചെറുതായി അല്ലെ. അത് അപ്പർ ബൗണ്ട് അല്ല. എസ് സ്റ്റാർ -1/n is not an upper bound of f of I. ഇത് അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം?
ഇതിനേക്കാൾ മുകളിൽ ഫംഗ്ഷന്റെ വാല്യൂ പോകുന്നുണ്ട്. പക്ഷെ എസ് സ്റ്റാർ സുപ്രീമമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എസ് സ്റ്റാറിനേക്കാൾ താഴെ എസ് സ്റ്റാർ മൈനസ് 1/n മുകളിൽ ഫംഗ്ഷന്റെ വാല്യൂ പോകുന്നുണ്ട്. ആ വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് ആണ് xn എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ദർ എക്സിസ്റ്റ് xn എലമെന്റ് ഓഫ് I such that s star minus 1/n is less than f of xn, less than or equal to s star. This is true for every n element of it. ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും s star minus 1/n അപ്പർ ബൗണ്ട് അല്ല എന്നുള്ളതിൽ നിന്ന് എനിക്ക് ഓരോ എന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു xn കണ്ടുപിടിക്കാൻ പറ്റും. I ബൗണ്ടഡ് ഇന്റർവൽ ആണ് അല്ലെ. അപ്പൊ സീക്വൻസ് x ഈക്വൽ ടു xn ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ഇന്റർവെലിന് അകത്തെ സീക്വൻസ് ആണ്, അപ്പൊ അത് ബൗണ്ടഡ് ആണ്. ബോൾസാനോ-വിയസ്ട്രാസ് തിയറം അനുസരിച്ച് ഏത് ബൗണ്ടഡ് സീക്വൻസ് തന്നാലും അതിനൊരു കൺവേർജന്റ് സബ് സീക്വൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കൺവേർജന്റ് സബ് സീക്വൻസ് ആണ് എക്സ് ഡാഷ് ഈക്വൽ ടു XNR എന്ന് വിചാരിക്കാം. xn എന്നുള്ള സീക്വൻസ് ബൗണ്ടഡ് ആണ്. ബോൾസാനോ-വിയസ്ട്രാസ് തിയറം അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് അതിനൊരു കൺവേർജന്റ് സബ് സീക്വൻസ് XNR കിട്ടി. കൺവേർജന്റ് സബ് സീക്വൻസ്, അപ്പൊ അത് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യണ്ടേ. ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ആണ് എക്സ് സ്റ്റാർ എന്ന് വിചാരിക്കുന്നു. സോ XN R എന്നുള്ള സബ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ആണ് എക്സ് സ്റ്റാർ. എക്സ് ഡാഷ് എവിടെ നിന്നാണ്? I ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ നിന്നാണ് നമ്മൾ എക്സ് ഡാഷ് എന്നുള്ള സബ് സീക്വൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ലിമിറ്റ് എക്സ് സ്റ്റാർ എവിടെ ഉണ്ടാവണം? I എങ്ങനത്തെയാണ്? ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ് അല്ലെ. ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെലിനകത്തെ ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുന്നെങ്കിൽ അത് ഐക്ക് അകത്തേക്ക് തന്നെ കൺവേർജ് ചെയ്യാൻ പറ്റുള്ളൂ. ലിമിറ്റ് പോയിന്റുകളൊക്കെ ഐയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ട് എക്സ് സ്റ്റാർ ഐയിലെ പോയിന്റ് ആണ് എന്ന് എനിക്ക് കിട്ടി. എക്സ് സ്റ്റാർ ഐയിലെ പോയിന്റ് ആണ്. എഫ് കണ്ടിന്യൂസ് ഓൺ ഐ ആണ്. അപ്പൊ എക്സ് സ്റ്റാർ എന്നുള്ള പോയിന്റിലും എഫ് കണ്ടിന്യൂസ് ആണ്. എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് സ്റ്റാർ. അപ്പൊ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ അനുസരിച്ച് എനിക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് XNR എന്നുള്ള സീക്വൻസ് എഫ് ഓഫ് എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യണം. ലിമിറ്റ് എഫ് ഓഫ് XNR ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സ്റ്റാർ എന്ന് കിട്ടും. ഓക്കെ, ഇനി എഫ് ഓഫ് XNR എന്നുള്ള സീക്വൻസ് എഫ് ഓഫ് എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റിലേഷനും എന്റെ കയ്യിലുണ്ട് അല്ലെ. എസ് സ്റ്റാർ മൈനസ് 1/nr is less than f of XNR less than or equal to s star. ഞാൻ ഈ രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? ആസ് nr ടെൻസ് ടു ഇൻഫിനിറ്റി 1/nr ടെൻസ് ടു 0. അപ്പൊ എസ് സ്റ്റാർ മൈനസ് 1/nr എങ്ങോട്ട് കൺവേർജ് ചെയ്യും? എസ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യും. എസ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്, അതും എസ് സ്റ്റാറിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. അപ്പൊ എഫ് ഓഫ് XNR എന്നുള്ളത് രണ്ട് സീക്വൻസുകളുടെ നടുക്കാണ്. ഈ രണ്ട് സീക്വൻസുകളും എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നു? എസ് സ്റ്റാർ എന്നുള്ള പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഫിഫ്ത് സെമ്മിൽ പഠിച്ച ഏതെങ്കിലും തിയറം ഓർമ്മ വരുന്നുണ്ടോ? സ്ക്യൂസ് തിയറം അല്ലെ. XNനും ZNനും ഇടയ്ക്കാണ് YN. XNനും ZNനും കൺവേർജ് ചെയ്യുന്നത് ഒരേ പോയിന്റിലേക്ക് തന്നെയാണെങ്കിൽ നടുക്ക് കിടക്കുന്ന YNനും എങ്ങോട്ട് തന്നെ കൺവേർജ് ചെയ്യേണ്ടി വരും? ആ പോയിന്റിലേക്ക് തന്നെ കൺവേർജ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം? എഫ് ഓഫ് XNR കൺവേർജ് ചെയ്യുന്നത് എസ് സ്റ്റാർ എന്നുള്ള പോയിന്റിലേക്കാണ് എന്ന് പറയാം. പക്ഷെ എഫ് ഓഫ് XNRന്റെ ലിമിറ്റ് എന്താണ്? എഫ് ഓഫ് എക്സ് സ്റ്റാർ ആണ് അല്ലെ. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എഫ് ഓഫ് എക്സ് സ്റ്റാർ ഇസ് ഈക്വൽ ടു എസ് സ്റ്റാർ. എഫ് ഓഫ് എക്സ് സ്റ്റാർ എസ് സ്റ്റാർ ആണ് എന്ന് കിട്ടി. എസ് സ്റ്റാർ അല്ലേ സുപ്രീമം. അപ്പോ എക്സ് സ്റ്റാർ ആണ് എന്ത്? അബ്സല്യൂട്ട് മാക്സിമം. സോ ദ ഫംഗ്ഷൻ ഹാസ് ആൻ അബ്സല്യൂട്ട് മാക്സിമം. ഇതുപോലെ തന്നെ അബ്സല്യൂട്ട് മിനിമം പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്? എസ് സ്റ്റാർ സഫിക്സ് ആയിട്ട് സ്റ്റാർ ഇൻഫിമം ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇൻഫിമം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ്. അപ്പൊ എസ് സ്റ്റാർ പ്ലസ് 1/n എടുത്താൽ അത് ലോവർ ബൗണ്ട് അല്ല. അത് ലോവർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ എസ് സ്റ്റാർ പ്ലസ് 1/n താഴേക്ക് ഫംഗ്ഷന്റെ വാല്യൂ വരുന്നുണ്ട്. പക്ഷെ എസ് സ്റ്റാറിന് മുകളിലായിരിക്കും വേണം. സോ എസ് സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് XN ലെസ് ദാൻ എസ് സ്റ്റാർ പ്ലസ് 1/n എന്ന് കിട്ടും. ഇനി ഇതേ സ്റ്റേറ്റ്മെന്റുകൾ ഇതേ മെത്തഡോളജി തന്നെ നമ്മൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത് എസ് സ്റ്റാർ എന്നുള്ള കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. അത് കൺവേർട്ട് ചെയ്യുന്ന എസ് സ്റ്റാറിലേക്കാണ്. മുകളിൽ വരുന്നത് എസ് സ്റ്റാർ പ്ലസ് 1/nr എന്നുള്ള സീക്വൻസ് ആണ്. അതും കൺവേർട്ട് ചെയ്യുന്നത് എസ് സ്റ്റാറിലേക്ക് തന്നെയാണ്. ഇപ്പൊ സീക്വൻഷ്യൽ സ്ക്വീസ് തിയറം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ്
എക്സ് സ്റ്റാർ ഈക്വൽ ടു എസ് സ്റ്റാർ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സെയിം തന്നെയാണ്. ഇനി അടുത്തത് ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം. ഇതും സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാവുന്നതാണ് കേട്ടോ. 4 തിയറംസ് ഈ സെക്ഷനിൽ വരുന്നുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാവുന്നതാണ്. ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം പറയുന്നത് എഫ് ഐയിൽ നിന്ന് ആറിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻ ആണ് എങ്കിൽ എക്കും ബിക്കും ഇടയ്ക്ക് എഫിന്റെ ഒരു റൂട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ലെറ്റ് ഐ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ഐ. ഇഫ് എഫ് ഓഫ് എ ലെസ് ദാൻ 0 ലെസ് ദാൻ എഫ് ഓഫ് ബി ഓർ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി. ഇതിന്റെ അർത്ഥം എന്താണ്? എഫ് ഓഫ് എ നെഗറ്റീവും എഫ് ഓഫ് ബി പോസിറ്റീവും, അല്ലെങ്കിൽ ഇവിടെ പറയുന്നതോ എഫ് ഓഫ് എ പോസിറ്റീവും എഫ് ഓഫ് ബി നെഗറ്റീവും. അതായത് എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി ആർ ഓഫ് ഓപ്പോസിറ്റ് സൈൻസ്. അത്രയും നമുക്ക് വേണ്ടു. ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ചെയ്തോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. എയും ബിയും ഓപ്പോസിറ്റ് സൈൻ ആണ്. Then there exists a number c element of open interval ab such that f of c equal to 0. കണ്ടിന്യൂറ്റിയുടെ നമ്മുടെ ലേമാൻസ് ലാംഗ്വേജിലേക്ക് നമുക്ക് പോവാം. കണ്ടിന്യൂറ്റിയുടെ ലേമാൻസ് ലാംഗ്വേജിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോ പേപ്പറിൽ നിന്ന് പേന എടുക്കാതെ എനിക്ക് വരയ്ക്കാൻ പറ്റും എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻ ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എക്സ് ആക്സിസിന്റെ മുകളിലാണ് ഒരു പോയിന്റ് എങ്കിൽ താഴെയാണ് മറ്റേ പോയിന്റ്. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻ. എഫ് ഓഫ് എ നെഗറ്റീവ് ആണെങ്കിൽ അത് എക്സ് ആക്സിസിന്റെ താഴെ ആയിരിക്കും ആ പോയിന്റ് വരിക. എഫ് ഓഫ് ബി പോസിറ്റീവ് ആണെങ്കിൽ അത് എക്സ് ആക്സിസിന്റെ മുകളിലായിരിക്കും വരിക. നേരെ തിരിച്ചാണെങ്കിൽ എഫ് ഓഫ് എ മുകളിലും എഫ് ഓഫ് ബി താഴെയും വരും. അപ്പൊ എക്സ് ആക്സിസിന് മുകളിലുള്ള ഒരു പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിന് താഴെയുള്ള ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ തിരിച്ച് ആണ് എനിക്ക് ഈ ഗ്രാഫ് വരയ്ക്കേണ്ടത്. പേപ്പറിൽ നിന്ന് പേന എടുക്കാനും പാടില്ല. അപ്പൊ എന്ത് വേണ്ടി വരും? എക്സ് ആക്സിസിനെ കട്ട് ചെയ്യേണ്ടി വരും അല്ലെ? എക്സ് ആക്സിസിനെ മുറിച്ച് മാത്രമേ എനിക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ആ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്? എപ്പോഴാണ് ഒരു കർവ് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുക? y ഈക്വൽ ടു 0 വരുമ്പോ അല്ലെ? അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വരുമ്പോ. അപ്പൊ ആ പോയിന്റ് ആണ് റൂട്ട്. ഇത് നമ്മുടെ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. സാധാരണ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇത് നമുക്ക് ലോജിക്കലി പ്രൂവ് ചെയ്യണം. ഇങ്ങനെ ഒരു സി ഉണ്ടെന്ന് ഇപ്പൊ നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞു അല്ലെ? ഇനി അത് നമുക്ക് ലോജിക്കലി പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻ എന്നുള്ളതിൽ നമുക്ക് വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി എഫ് ഓഫ് എ താഴെ എഫ് ഓഫ് ബി മുകളിൽ എന്ന് വിചാരിക്കാം. തിരിച്ചാണെങ്കിലും ഇതേ പ്രൂഫ് ടെക്നിക്ക് തന്നെ വർക്ക് ചെയ്യും. സോ ഒരു നമുക്ക് പ്രൂഫ് പറയാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി എഫ് ഓഫ് എ ലെസ് ദാൻ 0 ലെസ് ദാൻ എഫ് ഓഫ് ബി എന്ന് ഞാൻ ഫിക്സ് ചെയ്യാണ്. എഫ് ഓഫ് എ നെഗറ്റീവും എഫ് ഓഫ് ബി പോസിറ്റീവും. ഞാൻ എനെ a1 എന്നും ബിനെ b1 എന്നും വിളിക്കുന്നു. എന്നിട്ട് ഇവരുടെ ആവറേജ് a1 പ്ലസ് b1 ബൈ 2 അതിനെ p1 എന്ന് വിളിക്കുന്നു. എഫ് ഓഫ് p1ന്റെ വാല്യൂ 0 ആണെങ്കിൽ എക്കും ബിക്കും ഇടയ്ക്ക് എനിക്ക് ഒരു p1 കിട്ടിയല്ലോ. എഫ് ഓഫ് p1 ഈക്വൽ ടു 0 ആവുന്ന രീതിയിൽ. സോ വി ആർ ഡൺ. എനിക്ക് ഓപ്പൺ ഇന്റർവൽ എ ബിക്ക് അകത്ത് ഒരു പോയിന്റ് കണ്ടുപിടിക്കുകയായിരുന്നു വേണ്ടത്. ഫംഗ്ഷന്റെ വാല്യൂ 0 ആവുന്ന രീതിയിൽ. ഈ p1ന് ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ രക്ഷപ്പെട്ടു, കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ എഫ് ഓഫ് p1 0 അല്ല എന്ന് വിചാരിക്കുക. ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി അനുസരിച്ച് ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആയിരിക്കണം അല്ലെ? അപ്പൊ 0 അല്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എഫ് ഓഫ് p1 ഗ്രേറ്റർ ദാൻ 0 ആണ്, അല്ലെങ്കിൽ എഫ് ഓഫ് p1 ലെസ് ദാൻ 0 ആണ്. എഫ് ഓഫ് p1 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എഫ് ഓഫ് എ ലെസ് ദാൻ 0 ആണ്, എഫ് ഓഫ് p1 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ എനിക്ക് ബിക്ക് പകരം p1 എടുത്തൂടെ? അപ്പോഴും ആ ഓപ്പോസിറ്റ് സൈൻ എന്നുള്ള കണ്ടീഷൻ അതേപോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുമല്ലോ. അപ്പൊ ഞാൻ a2 ഈക്വൽ ടു a1 എന്നും b2 ഈക്വൽ ടു p1 എന്നും ഡിഫൈൻ ചെയ്യുന്നു. ഇത് എഫ് ഓഫ് p1 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ. എഫ് ഓഫ് p1 ലെസ് ദാൻ 0 ആണെങ്കിലോ? എഫ് ഓഫ് p1ന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണ്, ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ ഞാൻ p1ഉം ബിയും എടുത്താൽ ഓപ്പോസിറ്റ് സൈനിലല്ലേ ഫംഗ്ഷന്റെ വാല്യൂ വരുന്നത്. അതുകൊണ്ട് ഞാൻ ആ കേസിൽ a2വിന് p1 എന്നും b2വിന് b എന്നും വിളിക്കും. ഓക്കെ, ഈ സെക്കൻഡ് സ്റ്റേജിൽ ഇതിൽ ഏത് ട്രൂ ആണെങ്കിലും a2ഉം b2ഉം എടുത്താൽ അവര് ഓപ്പോസിറ്റ് സൈനിലാണ്. ഇനി
A2 പ്ലസ് B2 ബൈ 2വിനെ ഞാൻ P2 എന്ന് വിളിക്കുന്നു. അവരുടെ ആവറേജിനെ P2 എന്ന് വിളിക്കുന്നു. ഇതേ പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഞാൻ തുടങ്ങിയപ്പോൾ തുടക്കത്തിലെ ഇന്റർവെലിന്റെ ലെങ്ത് എത്രയായിരുന്നു? B മൈനസ് A ആയിരുന്നു ലെങ്ത്, അല്ലെ? അടുത്ത സ്റ്റേജിൽ ഞാൻ അതിന്റെ മിഡ് പോയിന്റ് എടുത്തിട്ട് മുറിച്ച് 2 പീസ് ആക്കിയിട്ട് എനിക്ക് ആവശ്യമുള്ള ഒരു പീസ് എടുത്തു. അപ്പൊ ഇന്റർവെലിന്റെ ലെങ്ത് എത്രയായി? B മൈനസ് A ബൈ 2 ആയി. വീണ്ടും ഞാൻ ഈ ഇന്റർവെലിനെ 2 ആയിട്ട് മുറിച്ച് എനിക്ക് ആവശ്യമുള്ള ഒരു പകുതി എടുത്തു. അപ്പൊ ഇന്റർവെലിന്റെ ലെങ്ത് എന്താവും? B മൈനസ് A ബൈ 2 ഒന്നും കൂടി ബൈ 2, അല്ലെ? സോ B മൈനസ് A ബൈ 2 സ്ക്വയർ ആയി. ഈ പ്രൊസീജിയർ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ kth സ്റ്റെപ്പില് ഇന്റർവെലിന്റെ ലെങ്ത് എത്രയായിരിക്കും? B മൈനസ് A ബൈ 2 റേസ് ടു K മൈനസ് 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആസ് K ടെൻസ് ടു ഇൻഫിനിറ്റി B ബൈ A ടെൻസ് ടു 0. അപ്പൊ എനിക്കൊരു ഡിക്രീസിങ് സീക്വൻസ് ഓഫ് ഇന്റർവെല്ലുകളാണ് കിട്ടുന്നത്. ആ ഓരോ ഇന്റർവെല്ലും ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണ്. ഈ പ്രൊസീജിയർ മുൻപോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പി കെയുടെ വാല്യൂ എഫ് ഓഫ് പി കെ ഈക്വൽ ടു 0 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റെപ്പിൽ എനിക്ക് പ്രൊസീജിയർ നിർത്താൻ പറ്റും. പക്ഷെ അങ്ങനെ എനിക്ക് പി കെ കിട്ടുന്നില്ല, ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, എനിക്ക് പി കെ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. കിട്ടിയാൽ പ്രശ്നമില്ല, ആ സ്റ്റേജിൽ എനിക്ക് നിർത്താം, അല്ലെ? അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടുന്നില്ല എങ്കിൽ ഈ പ്രൊസീജിയർ ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് റിപ്പീറ്റ് ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ അവിടെ എനിക്ക് എന്താണ് കിട്ടുന്നത്? ഒരു ഡിക്രീസിങ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഡയമീറ്ററോ, ഈ ഇന്റർവെല്ലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് B മൈനസ് A ബൈ 2 റേസ് ടു K മൈനസ് 1 ആണ്. nth സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ B മൈനസ് A ബൈ 2 റേസ് ടു N മൈനസ് 1 ആണ്. ഇതിന്റെ ലെങ്ത്, ഡയമീറ്റർ 0യിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? കാൻഡസ് ഇന്റർസെക്ഷൻ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെ? Decreasing sequence of closed and bounded intervals whose diameter tends to 0. Candace intersection theorem എന്ത് പറയുന്നത്? There exists a unique point in the total intersection. ആ യൂണിക് പോയിന്റ് C ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ C എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ AN BN ഉണ്ട് for every n. So AN less than or equal to C less than or equal to BN true ആണ്. മാത്രമല്ല എഫ് ഓഫ് എ എൻ എന്നുള്ള സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ടേംസ് ഒക്കെ നെഗറ്റീവ് ആണ്, അല്ലെ? ഞാൻ എഫ് ഓഫ് എയുടെ വാല്യൂ നെഗറ്റീവ് ആവുന്ന രീതിയിലാണ് A1 A2 A3 എന്നുള്ളത് ചൂസ് ചെയ്ത് പോന്നിരിക്കുന്നത്. അപ്പൊ എഫ് ഓഫ് എ എൻ എന്ന് പറയുന്നത് എ സീക്വൻസ് ഓഫ് നെഗറ്റീവ് ടേംസ് ആണ്. അതേസമയം എഫ് ഓഫ് ബി എന്നോ സീക്വൻസ് ഓഫ് പോസിറ്റീവ് ടേംസ് ആണ്. AN എന്നുള്ള സീക്വൻസ് C എന്നുള്ള പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. അതുകൊണ്ട് എഫ് ഓഫ് AN എന്നുള്ള സീക്വൻസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യണം? എഫ് ഓഫ് C എന്നുള്ള പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യണം. BN എന്നുള്ള പോയിന്റും സിയിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. അതുകൊണ്ട് എഫ് ഓഫ് BN എങ്ങോട്ട് കൺവേർജ് ചെയ്യണം? അതും സിയിലേക്ക് കൺവേർജ് ചെയ്യണം. എഫ് ഓഫ് ANഉം എഫ് ഓഫ് BNഉം രണ്ടും എഫ് ഓഫ് സിയിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. AN നെഗറ്റീവ് ടേംസ് ആണ്, അല്ലെ? എഫ് ഓഫ് AN അല്ല, സോറി, എഫ് ഓഫ് AN നെഗറ്റീവ് ടേംസ് ആണ്. നെഗറ്റീവ് ടേംസിന്റെ സീക്വൻസിന് ഒരിക്കലും ഒരു പോസിറ്റീവ് ടേമിലേക്ക് കൺവേർജ് ചെയ്യാൻ പറ്റില്ല. സോ ലിമിറ്റ് എഫ് ഓഫ് AN എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം? എഫ് ഓഫ് C ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. അതുപോലെ തന്നെ എഫ് ഓഫ് BN പോസിറ്റീവ് ടേംസിന്റെ സീക്വൻസ് ആണ്. പോസിറ്റീവ് ടേംസിന്റെ സീക്വൻസിന് ഒരിക്കലും ഒരു നെഗറ്റീവ് നമ്പറിലേക്ക് കൺവേർജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലിമിറ്റ് എഫ് ഓഫ് BN ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതായത് എഫ് ഓഫ് C ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എഫ് ഓഫ് C ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യുമാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യുമാണ്. ഇത് രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? എഫ് ഓഫ് C ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പൊ C എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മൾ ഇന്റർവെല്ലിനെ ബൈസെക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പില് ബൈസെക്ഷൻ ചെയ്ത് കിട്ടുന്ന ആ പെർട്ടിക്കുലർ പോയിന്റില് ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിരിക്കും. അല്ലെങ്കിൽ ഈ ടോട്ടൽ ഇന്റർസെക്ഷനിൽ ഒരു യുണീക് പോയിന്റ് ആണുള്ളത്, ആ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിരിക്കും. വാട്ട് എവർ ബി ദ കേസ്, എനിക്ക് ഓപ്പൺ ഇന്റർവെൽ എ ബിയുടെ ഉള്ളിൽ ഒരു പോയിന്റ് C കിട്ടി, സച്ച് ദാറ്റ് C ഓർ പി കെ എന്നുള്ള ഒരു പോയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ C ആയിരിക്കാം. ഐ ഗോട്ട് എ പോയിന്റ് സച്ച് ദാറ്റ്
the value of the function is 0 at that point. Okay. അപ്പൊ അതായിരുന്നു എനിക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം എന്നുള്ളതാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്തത്. ഇത് അതിന്റെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് 2 എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ഇത് തന്നെ വേണമെങ്കിൽ സോൾവ് എക്സ് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞും ചോദിക്കാം കേട്ടോ. സോൾവ് എക്സ് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഡിഫൈൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് 2 എന്നുള്ള സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ആകുന്ന എക്സുകളാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് എനിക്ക് ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫംഗ്ഷന്റെ വാല്യൂ നെഗറ്റീവ് ആകുന്ന ഒരു പോയിന്റും പോസിറ്റീവ് ആകുന്ന ഒരു പോയിന്റും വേണം. എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് 0 ആവും, മൈനസ് 2 എന്ന് വരും അല്ലെ. സോ എഫ് ഓഫ് 0 ഈക്വൽ ടു മൈനസ് 2 വിച്ച് ഇസ് ലെസ് ദാൻ 0. എക്സ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ ഇ മൈനസ് 2 എന്ന് വരും. ഇ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ് ആയ എക്സ്പോണന്റ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ്. ഇയുടെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 2 and 3 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് അത് 2.70 എന്നുള്ള ഒരു നോൺ റെക്കറിംഗ് ഡെസിമൽ ആണ്. എനിവേ അത് 2നേക്കാൾ കൂടുതലാണ് അല്ലെ. അപ്പൊ ഈ മൈനസ് 2ന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. സോ എഫ് ഓഫ് 1 ഇസ് ഗ്രേറ്റർ ദാൻ 0. എഫ് ഓഫ് 0 ലെസ് ദാൻ 0 ആണ്. എഫ് ഓഫ് 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 1 എന്നുള്ളതിൽ നിന്ന് എനിക്ക് ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ A1 എന്ന് പറയുന്ന 0, B1 എന്ന് പറയുന്ന 1, P1 എന്താ വരിക? ഇതിന്റെ ആവറേജ് അല്ലെ. 0 + 1/2 എന്ന് പറഞ്ഞാൽ 0.5 വരും. ആ 0.5 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് 2 ഇവാലുവേറ്റ് ചെയ്താൽ മൈനസ് 1.176 എന്നാണ് വരുന്നത്. ഫംഗ്ഷൻ നെഗറ്റീവ് ആണ് അല്ലെ. നെഗറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ ഏതിനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്? എനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ ഐട്രേഷന്റെ അടുത്ത സ്റ്റെപ്പില് എക്ക് പകരം ഞാൻ 0.5 എടുത്തു, ബിക്ക് ഞാൻ 1 എന്നുള്ള വാല്യൂ തന്നെ എടുത്തു. അതിന്റെ ആവറേജ് എടുക്കുമ്പോൾ എനിക്ക് 0.75 വരും. 0.75 ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നെഗറ്റീവ് ആണ് വരുന്നത്. നെഗറ്റീവ് വരുമ്പോൾ ഏതിനെ റീപ്ലേസ് ചെയ്യണം? എനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത സ്റ്റേജിൽ എ ഈക്വൽ ടു 0.75ഉം ബി ഈക്വൽ ടു 1ഉം എടുക്കുന്നു. ഈ പ്രൊസീജിയർ അപ്പൊ ആ സ്റ്റെപ്പില് 0.875 ആവറേജ് വരും. ഫംഗ്ഷന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പോസിറ്റീവ് കിട്ടും. പോസിറ്റീവ് കിട്ടിയാൽ ബിനെ റീപ്ലേസ് ചെയ്യണം അല്ലെ. അപ്പൊ അടുത്ത സ്റ്റേജിൽ എന്റെ വാല്യൂ 0.75 തന്നെ, ബി എന്നിന്റെ വാല്യൂ 0.875 എന്ന് വരും. ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഫംഗ്ഷന്റെ ഒരു അപ്രോക്സിമേറ്റ് റൂട്ട് എന്ന് പറയുന്നത് 0.8515625 ആണ് എന്ന് പറയാം. അവിടെ കൃത്യം 0 അല്ല, പക്ഷെ ഫംഗ്ഷന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 0വിനോട് വളരെ അടുത്തുള്ള ഒരു ക്വാണ്ടിറ്റി എത്തുന്നുണ്ട്. നമുക്ക് എത്ര ആക്യുറസി വേണം എന്നുള്ളതിനനുസരിച്ച് ഈ സ്റ്റെപ്സ് നമുക്ക് എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പോകാം. ഇത് ഞാനിപ്പോ ഇത്തിരി സ്പീഡിലാണ് പറഞ്ഞത്. നമുക്ക് ചോയ്സ് ബേസ്ഡ് പേപ്പർ ആയിട്ട് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ന്യൂമറിക്കൽ മെത്തേഡ്സിൽ നിങ്ങൾ ആദ്യം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതും ഇഷ്ടംപോലെ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നതും ബൈസെക്ഷൻ മെത്തേഡാണ്. അതും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ബൈസെക്ഷൻ മെത്തേഡ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. ബൈസെക്ഷൻ മെത്തേഡിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലം നിങ്ങൾക്ക് വരാൻ സാധ്യത ന്യൂമറിക്കൽ മെത്തേഡ്സിന്റെ പേപ്പറിലാണ്. അനാലിസിസിൽ അത് ചോദിക്കാൻ ചാൻസ് കുറവാണ്, പക്ഷെ വിടരുത് കേട്ടോ. ഇവിടെയും വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ നിങ്ങൾക്ക് അനാലിസിസിന് ആക്ച്വലി കാൽക്കുലേറ്റർ കയറ്റേണ്ട ആവശ്യമില്ല. സിലബസിലെ കാൽക്കുലേറ്റർ പെർമിറ്റഡ് അല്ല. കാൽക്കുലേറ്റർ ഇല്ലാതെ ഈ ഫംഗ്ഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്ത് പോകുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനാലിസിസിൽ അത് ചോദിക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ ചോദിച്ചാൽ അത് ഔട്ട് ഓഫ് സിലബസ് ഒന്നും അല്ല, ചെയ്യേണ്ടി വരും കേട്ടോ. അടുത്ത തിയറം ബോൾസാനോസ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. അത് ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പവുമാണ്. സ്റ്റേറ്റ്മെന്റ് നോക്കാം നമുക്ക്. ലെറ്റ് ഐ ബി ആൻ ഇന്റർവൽ ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ഐ. If a be element of I and if k element of R satisfies f of a less than k less than f of b, then there exists a point c element of I such that between a and b such that f of c equal to k. ഇതും നമുക്ക് ലേമാൻസ് ലാംഗ്വേജിൽ വേണമെങ്കിൽ പറയാം. എഫ് ഓഫ് എ മുതൽ എഫ് ഓഫ് ബി വരെ കണ്ടിന്യൂസ് ആയിട്ടാണ് ആർക്ക് വരയ്ക്കുന്നത് അല്ലെ. അപ്പൊ എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയ്ക്ക് വൈ ആക്സിസിൽ വരുന്ന ഏത് പോയിന്റ് എടുത്താലും അതിന്റെ നേരെ ഫംഗ്ഷൻ ഒരു വാല്യൂ വരുന്നുണ്ട്. അത് കടന്നേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യുന്നത് ജോമെട്രിയിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഡെഡ്യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണിത്.
ഇതിന്റെ നമുക്ക് ടെക്നിക്കൽ പ്രൂഫ് വേണം. ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം കയ്യിലുള്ളത് കൊണ്ട് ഇതിന്റെ പ്രൂഫും വളരെ എളുപ്പമാണ്. ഞാൻ പുതിയൊരു ഫംഗ്ഷൻ g of x ഡിഫൈൻ ചെയ്യുന്നു ആസ് g of x ഈക്വൽ ടു f of x മൈനസ് k. ഈ ഫംഗ്ഷന്റെ വാല്യൂ a എന്നുള്ള പോയിന്റിൽ കൊടുത്താൽ എന്താ വരിക? f of a മൈനസ് k എന്നാ വരിക അല്ലെ? f of a k നേക്കാൾ ചെറുതല്ലേ? അപ്പൊ g of a യുടെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കും. g of b യുടെ വാല്യൂ f of b മൈനസ് k എന്നാണ് വരിക. f of b k നേക്കാൾ വലുതാണ്. So f of b minus k will be greater than 0. അപ്പൊ f of b 0 വലുതായിരിക്കും. ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം അനുസരിച്ച് എക്കും ബിക്കും ഇടയ്ക്ക് ജിയുടെ ഒരു റൂട്ട് ഉണ്ട്, സി എന്നുള്ള പോയിന്റ്. അപ്പൊ ജി ഓഫ് സി ഈക്വൽ ടു 0 ആണ്. ജി ഓഫ് സി ഈക്വൽ ടു 0 ആണ് എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? എഫ് ഓഫ് സി മൈനസ് കെയുടെ വാല്യൂ ഈക്വൽ ടു 0 ആണ്. അതായത് എഫ് ഓഫ് സി ഈക്വൽ ടു കെ ആണ്. അതാണ് നമുക്ക് വേണ്ടത് അല്ലെ? അപ്പോ വളരെ സിമ്പിൾ ആണ്. ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് കെ എന്നുള്ള ഫംഗ്ഷന് ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം അപ്ലൈ ചെയ്താൽ what we get is Bolzano's intermediate value theorem. അതിന്റെ കൊറോളറി പറയുന്നത് let I equal to closed interval AB be a closed bounded interval and let f from I to R be continuous on I. If k element of R is any number satisfying infimum of fi less than or equal to k less than or equal to supremum of fi, then there exists c element of I such that f of c equal to k. ഇത് ഈ സെക്ഷനിൽ നമ്മൾ പഠിച്ച മാക്സിമം മിനിമം തിയറത്തിന്റെയും ബോൾസാനോസ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. മാക്സിമം മിനിമം തിയറം അനുസരിച്ച് ഐ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണെങ്കിൽ അതിനുള്ളിൽ നമ്മൾ അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും അറ്റൈൻ ചെയ്യുന്നുണ്ട്. സോ ഇൻഫിമം എഫ് ഐയും സുപ്രീമം എഫ് ഐയും അറ്റൈൻ ചെയ്യുന്ന പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളാണ് സി സഫിക്സ് ആയിട്ട് സ്റ്റാറും സി സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് സ്റ്റാറും എന്ന് വിചാരിക്കുക. സോ വാട്ട് വി ഗെറ്റ് ഇസ് എഫ് ഓഫ് സി സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി സ്റ്റാർ. ഈ സ്റ്റേറ്റ്മെന്റിൽ ബോൾസാനോ-വിയസ്റ്റാസ് തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? there exists a point c such that f of c equal to k. അതാണ് ആ കൊറോളറിയിൽ പറയുന്നത്. ഓക്കെ, ഈ സെക്ഷനിൽ നമുക്ക് ഇനി ഒരു തിയറവും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.